വാർദ്ധക്യത്തിൽ കാംബ്ലിയെപ്പോലെ ജീവിക്കാതിരിക്കാൻ ചെറുപ്പത്തിൽ കഠിനാധ്വാനം ചെയ്യുക. ഇതൊരു റിയൽ സ്റ്റോറിയാണ്. ബാല്യകാല സുഹൃത്തുക്കളായ സച്ചിൻ ടെണ്ടുൽക്കറും വിനോദ് കാംബ്ലിയും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവിയെന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു ഇന്ത്യക്ക്. കാംബ്ലിയുടെ കഴിവ് വളരെ അസാധാരണമായിരുന്നു. പലരും സച്ചിനേക്കാൾ മികച്ചവനാകുമെന്ന് വിലയിരുത്തി. എന്നിരുന്നാലും കാലം അവരെ വ്യത്യസ്തമായ വഴികളിലൂടെ നയിച്ചു. അടുത്തിടെ ഒരു പൊതുപരിപാടിയിൽ സച്ചിനെ കണ്ടതും ആഹ്ലാദത്തോടെ കൈപിടിച്ചു. തളർച്ചയുള്ള കാംബ്ലി തൻ്റെ അരികിലിരിക്കാൻ സച്ചിനോട് അഭ്യർത്ഥിച്ചു. എന്നാൽ സച്ചിൻ മാന്യമായി പുഞ്ചിരിച്ച് കൈ പിൻവലിച്ച് മറ്റുള്ളവരോടൊപ്പം അകലെയിരുന്നു. ഒരുപക്ഷെ സച്ചിന് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ടാവാം. പക്ഷേ ഈ സംഭവം ഒരു പരുഷമായ സത്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യത്തെക്കാൾ ആളുകൾ നിങ്ങളുടെ പദവിക്കും സ്ഥാനത്തിനും പ്രാധാന്യം നൽകുന്നു. ക്രിക്കറ്റിലെ ഏറ്റവും വലിയ പേരായി മാറാൻ സച്ചിൻ 22 വർഷത്തോളം അശ്രാന്തമായി പരിശ്രമിച്ചു. അതേസമയം കാംബ്ലി ഗ്ലാമറസ് ജീവിതശൈലിയിലും പ്രശസ്തിയിലും സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തി. ഇന്ന് ആരും ഒരു ജോലി പോലും വാഗ്ദാനം ചെയ്യുന്നില്ല. നിസ്സഹായ അവസ്ഥയിലാണ് അദ്ദേഹം കഴിയുന്നത്. അതുകൊണ്ടാണ് മുതിർന്നവർ എപ്പോഴും പറയുന്നത്, ചെറുപ്പത്തിൽ കഠിനാധ്വാനം ചെയ്യുക, സമ്പാദിക്കുക. നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിലും സ്വയം വിലമതിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. കഴിവുണ്ടായിട്ടും ജീവിതം നശിപ്പിച്ച മികച്ച കളിക്കാരനായിരുന്നു കാംബ്ലി. എന്നാൽ സച്ചിൻ മികച്ച കഴിവിനെ പരിശ്രമം കൊണ്ട് അതിമികച്ചതാക്കി മാറ്റി. സച്ചിൻ്റെ ജീവിത വിജയത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ചടക്കവും ക്ഷമാശീലവും ത്യാഗസമർപ്പണവും എല്ലാം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ജീവിതത്തിൽ എങ്ങനെയാകണമെന്നും എങ്ങനെയല്ലാതായിരിക്കണമെന്നും ഈ കാഴ്ച നമുക്ക് പറഞ്ഞു തരുന്നു. ചില വാതിലുകൾ എന്നേക്കുമായി അടച്ചിടുന്നതാണ് നല്ലത്. അത് അഹങ്കാരം കൊണ്ടോ ദേഷ്യം കൊണ്ടോ ആവണമെന്നില്ല. ആ വാതിൽ തുറന്നിട്ടാലും അതിൽ നിന്നൊരു ചെറിയ കാറ്റോ വെളിച്ചമോ വരാൻ ഒരു സാധ്യതയും ഇല്ലാത്തതുകൊണ്ടാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.